ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. സ്നേഹാദരവുകൾ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച പവിത്രമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ പരിപാവനമായ സ്വർഗീയ സുവനത്തിൽ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, സഫർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കണം. ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമേ, അല്ലാഹുവിന്റെ ദൂതനെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണമേ, ദൂതന്റെ മേൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥത്തിന്റെ മേലും നിങ്ങൾ വിശ്വസിക്കണമേ. ആരെ വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്? യാ അയ്യുഹല്ലദീന കഫറു, അല്ലയോ അവിശ്വസിച്ചവരെ എന്നല്ല, അല്ലെങ്കിൽ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നല്ല. അഭിസംബോധന അങ്ങനെയല്ല. അഭിസംബോധന എങ്ങനെയാ? യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ആമിനു, നിങ്ങൾ ഈമാൻ കൊള്ളണം. എന്തായിരിക്കും ബഹുമാനികളെ ആ പ്രയോഗത്തിന്റെ താല്പര്യം? ദാവിമു അലൽ ഈമാൻ. പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ഈമാനിൽ നിലകൊള്ളണം, നിത്യമാകണം എന്ന്, വ്യതിചലിച്ചു പോകരുത് എന്ന്. ബഹുമാനികളെ, ഈമാൻ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സ്വത്താണ്. ആ ഈമാൻ, വിശ്വാസം നമ്മിൽ എത്രമാത്രം ഉണ്ട് എന്ന് നാം ഓരോരുത്തരും പല സമയം പല ആവർത്തി പരിശോധിക്കേണ്ടതും ഉണ്ട്.
നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹു തആല പറഞ്ഞത് നോക്കൂ, അല്ലയോ മുഅ്മിനീങ്ങളെ ആമിനു, നിങ്ങൾ വിശ്വാസം കൈക്കൊള്ളണം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? പലപ്പോഴും ഈമാനിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പോകാറുണ്ട്. നമ്മളുടെ ചിന്താഗതിയും നമ്മളുടെ പല രീതികളും വിശ്വാസത്തിന് നിരക്കാത്തതായി പോകാറുണ്ട്, പല സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ. ഈമാൻ എപ്പോഴും ഒരവസ്ഥയിൽ അല്ല എന്നും പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈമാന്റെ വിഷയം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഈമാൻ എത്രമാത്രം നമ്മിലുണ്ടോ അത്രയുമാണ് നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നത്. നാം എത്രമാത്രം ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചു നോക്ക് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമുക്കറിയാൻ കഴിയും എത്രമാത്രം ഈമാൻ നമ്മിലുണ്ട് എന്ന്. അപ്പോഴാണ് ഈ വചനത്തിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു തആല പറയണം, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അല്ലാഹുവിന്റെ ദൂതരിൽ വിശ്വസിക്കണം, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഫഖദ് ളല്ല ളലാലൻ ബഈദാ, ഏറ്റവും വലിയ വഴികേടിലേക്കായിട്ട് നിങ്ങൾ മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകണം. ബഹുമാനങ്ങളെ, ചേർത്ത് വായിക്കൂ. വർത്തമാനകാല സംഭവങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിന്റെ ഈ ആയത്തും ചേർത്ത് വായിക്കൂ. അക്രമങ്ങളും അരാജകത്വങ്ങളും അനുസരണയില്ലായ്മയും ലഹരി ആസക്തിയും എല്ലാം അത് മറ്റുള്ളവരിൽ മാത്രമാണ് ഉള്ളത്. വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകളിലും അക്രമവും അധാർമികതയും അതുപോലെ തന്നെ അനുസരണക്കേടും എല്ലാ രീതിയിലുള്ള ധാർമ്മികതകളും വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈമാൻ പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്ന ഈമാനുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അരാജകത്വത്തിൽ നിന്ന്, അധാർമികതയിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അവനെ സംബന്ധിച്ചിടത്തോളം അത് മതിയാകുന്നതാണ്. നമ്മുടെ കൗമാരത്തിന്റെ അവസ്ഥ ഇന്നെന്താണ്? നമ്മുടെ യൗവനത്തിന്റെ അവസ്ഥ ഇന്നെന്താണ്? കൗമാരവും യൗവനവും മാത്രമല്ല, പ്രായഭേദമന്യേ തന്നെ അരാജകത്വവും അധാർമികതയും ലഹരി ഉപയോഗവും എല്ലാം അരങ്ങു വാണുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ബഹുമാനികൾ? അള്ളാഹുവിനുള്ളതായ വിശ്വാസം, അള്ളാഹുവിന്റെ ദൂതനിലുള്ള വിശ്വാസം, ദൂതനിൽ അള്ളാഹു തആല നൽകിയിട്ടുള്ള ഗ്രന്ഥത്തിലുള്ളതായ വിശ്വാസത്തിൽ പോറലേൽക്കുമ്പോഴാണ് ബഹുമാനികളെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഈമാൻ കൃത്യമാണോ? എന്നാൽ ബാക്കിയുള്ളതെല്ലാം കൃത്യമാകും. നമ്മിൽ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് എത്രമാത്രമാണ്? അത്രയും ആണ് നമുക്ക് ദീനുള്ളതെന്നാണ്, നമുക്ക് ഈമാനുള്ളതെന്നാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച്, അവസരങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യും? ഈമാനിന്റെ ഏറ്റവ്യത്യാസം ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഹൻളല റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം അതാണ്. വീട്ടിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ധൃതി പിടിച്ചുകൊണ്ട് പോവുകയാണ് ഹൻളല റളിയല്ലാഹു അൻഹു. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കണ്ടു. എങ്ങട്ടാ തിരക്ക് പിടിച്ചോടുന്നത്? അപ്പൊ ഹൻളല റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നാഫഖ ഹൻളല, ഞാൻ മുനാഫിഖായോ എന്ന് സംശയിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാര്യം അന്വേഷിക്കുകയാണ്, എന്തുകൊണ്ട് നീ മുനാഫിഖാണെന്ന വാദം എന്തുകൊണ്ട്? അപ്പോൾ ഹൻളല റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിതങ്ങളുടെ അടുക്കലുള്ള ഈമാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇല്ല, കിട്ടുന്നില്ല. അങ്ങനെ ഈമാനിൽ ഉണ്ടാകുന്ന ഏറ്റവ്യത്യാസം, നമുക്ക് ഈമാൻ എപ്പോഴും ഒരുപോലെയല്ല എന്ന് ഈ ഹദീസ് നമുക്ക് തെളിയിച്ചു തരാം. നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് തെളിയിച്ചു തരാം. പള്ളിയിലുള്ള അവസ്ഥയല്ലല്ലോ വീട്ടിലേക്ക് പോകുമ്പോഴും കച്ചവട സ്ഥലത്തേക്ക് പോകുമ്പോഴും. അല്ല, ഈമാനിന് ഏറ്റവ്യത്യാസമുണ്ട്. അതാണ് ഹൻളല റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നബിയെ, എനിക്ക് അങ്ങയുടെ അടുക്കലുള്ളതായ ഈമാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അങ്ങനെ ഉണ്ടാവുകയില്ല, പക്ഷേ അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിച്ചാൽ മതി. പക്ഷേ 1400 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മുടെ ഈമാനിൽ
ബലഹീനത വരുമ്പോ, ഈമാൻ കുറയുമ്പോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, റസൂലിനെ കുറിച്ചുള്ള ചിന്ത നമ്മിൽ നിന്നും മാറുമ്പോ നമ്മുടെ സ്വഭാവം മാറുന്നു. പൈശാചികത നമ്മളെ കീഴടക്കുന്നു, മൃഗീയത നമ്മളെ കീഴടക്കുന്നു. അതാണ് സമൂഹത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ അധാർമികതകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? യഥാർത്ഥ വിശ്വാസത്തിന്റെ ഉടമകളായാൽ മാത്രമേ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ, പൂർണ്ണമായ നിലയിൽ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ലഹരി ഉപയോഗത്തിന്റെ മാത്രമല്ല, എന്തെല്ലാം സാമൂഹികമായ ജീർണതകളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും റസൂലിലും കിതാബിലുമുള്ളതായ വിശ്വാസം കൊണ്ട് മാത്രമായിരിക്കുമെന്നാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ദീൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ബഹുമാനികളെ, ദീൻ നമ്മളിൽ ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഈമാനും വ്യത്യസ്തമായത് കൊണ്ട് തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ഞാൻ ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് എല്ലാ മനുഷ്യരെയും എനിക്ക് മുമ്പിൽ അല്ലാഹു തആല വെളിവാക്കി തന്നു. അലൈഹിം ഖമീസുൻ, സ്വഹീഹായ ഹദീസാണ് കേട്ടോ, സ്വഹീഹായ ഹദീസ്. അലൈഹിം ഖമീസുൻ, ആ മനുഷ്യരെ എനിക്ക് മുമ്പിൽ വെളിവാക്കപ്പെടുമ്പോ അവരിൽ ഖമീസ് ഉണ്ട്, വലിയ കുപ്പായമുണ്ട് അവരിൽ. എന്നാൽ അവരുടെ കുപ്പായം വ്യത്യസ്തമായിരുന്നു. അരവരെ ഖമീസ് ഉള്ളവർ, നെഞ്ചുവരെ ഖമീസ് ഉള്ളവർ, അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ഖമീസ് ഉള്ളവരായിട്ടാണ് എനിക്ക് ജനങ്ങളെ കാണിക്കപ്പെട്ടത്. അതിനിടയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണിക്കപ്പെട്ടു. അലൈഹി ഖമീസുൻ യജുറുഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഖമീസ് ഇട്ടിട്ടുണ്ട്. എന്താ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖമീസിന്റെ വ്യത്യാസം എന്നറിയോ? അദ്ദേഹത്തിന്റെ ഖമീസ് ശരീരമാസകലം ഉണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ നിലത്തുകൂടെ വലിച്ചഴിച്ചങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ കണ്ടത്. സ്വപ്നത്തിൽ കണ്ട ഈ കാര്യം സഹാബത്ത് ചോദിക്കുകയാണ്, ഫമാ അവ്വൽത ദാലിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ഇതിനെ എങ്ങനെയാണ് അങ്ങ് സ്വപ്ന വ്യാഖ്യാനം നൽകുന്നത്, എന്താണ്? അപ്പോൾ തങ്ങൾ പറഞ്ഞത്, അദ്ദീനു, ദീനാണത്. ഞാൻ ആ മനുഷ്യരിൽ കണ്ട ഖമീസിന്റെ രൂപം അല്ലാഹു തആല എനിക്ക് കാണിച്ചു തന്നത് ദീനാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളതായ ദീൻ വ്യത്യസ്തമാണ്. ഇനി വരും തലമുറയുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഇപ്പോഴും ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ? നമ്മുടെ മക്കളുടെ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ വരും തലമുറയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചിന്തിക്കേണ്ടതില്ലേ? നമ്മൾ ഒന്നും ചിന്തിക്കാതെയാണ് നീങ്ങുന്നത് എന്നത് അപകടകരമായ കാര്യമാണ്. ബഹുമാനികളെ, ഈമാൻ കുറയുമ്പോ ദീൻ നഷ്ടപ്പെടും. ദീൻ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്തൊക്കെയെന്നറിയോ? മനുഷ്യത്വം നഷ്ടപ്പെടും, വ്യക്തിത്വം നഷ്ടപ്പെടും, എല്ലാം, സംസ്കാരം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും ദീൻ നഷ്ടപ്പെടുമ്പോ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു. കോതമംഗലം സ്വദേശിയാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നിങ്ങൾ എല്ലാവരും വാർത്ത കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 19 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു, തൂങ്ങി മരിച്ചിരിക്കുന്നു. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രമാണ് മാതാപിതാക്കൾക്കുള്ളത്. പിതാവാണെങ്കിലോ ഖത്തറിൽ ജോലിക്ക് പോയേക്കാണ്. വലിയ ജോലിയൊന്നുമല്ല, ഒരു ഇടത്തരം ജോലിയാണ്. ആ ജോലി ചെയ്തുകൊണ്ട് മക്കളെ പോറ്റാൻ, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നതായ പിതാവിന് ഫോൺ കോൾ വരികയാണ്. എന്താണെന്നറിയോ? മകൻ എന്തോ സീരിയസ് ആയി അപകടപ്പെട്ട് ICUവിലാണ്. പിതാവിന്റെ മനസ്സ് ദുആ കൊണ്ട് നൊമ്പരപ്പെടുകയാണ്, റബ്ബേ എന്റെ മകനിക്കൊന്നും വരുത്തല്ലേ എന്ന്. സത്യത്തിൽ മകൻ എന്ത് ചെയ്യാണ്? മരിച്ചിരിക്കുകയാണ്, തൂങ്ങി മരിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. പ്രാർത്ഥനയോടുകൂടെ വരുന്ന ആ പിതാവിന്റെ മനസ്സ് ഒന്ന് വായിച്ചു നോക്കൂ ബഹുമാനികളെ. വന്നു നോക്കുമ്പോ ഈ മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്നറിയോ? പോലീസ് അന്വേഷണത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗെയിം കളിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് ആ ഗെയിം എത്തിച്ചിരിക്കുകയാണ്. ഗെയിം ആദ്യം പൈസ കൊടുത്ത് അങ്ങനെ വശത്താക്കി പല രീതിയിലും മാനസികമായി പ്രയാസപ്പെടുത്തി അവസാനം ആ കുട്ടി, 19 വയസ്സുള്ള നല്ല ഒരു മിടുക്കനായ, പഠനത്തിലും മിടുക്കനായ ഒരു കുട്ടി, ആരാധനാ കർമ്മങ്ങളിലും മിടുക്കനായ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞപ്പോ, ബഹുമാനികളെ, ആ വാർത്ത അറിഞ്ഞപ്പോ വല്ലാത്ത പ്രയാസം. ഇത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും എന്റെ യുവാക്കളോടും കൗമാരപ്രായക്കാരായ ആളുകളോടും ഞാൻ പറയുകയാണ്. ബഹുമാനികളെ, എവിടെ നിന്ന് വന്നു
എവിടെ നിന്ന് വന്നു? നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വന്നു ഈ വൈകല്യം? ഈമാനിന്റെ ദൗർബല്യമാണ്. ഈമാനിന്റെ ദൗർബല്യമാണ്, വിശ്വാസത്തിന്റെ ദൗർബല്യമാണ്. ഇത് ഏതെങ്കിലും ഒരു നാട്ടിന്റെ വാർത്തയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ടാകും ഓരോരോ വാർത്തകൾ. പല വാർത്തകളും അതിനുശേഷം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഗെയിം കളിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നതായ അവസ്ഥ. ബഹുമാനികളെ, അങ്ങനെ പല രീതിയിലുള്ളതായ അപകടകരമായ രീതിയും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം, ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? യഥാർത്ഥമായ വിശ്വാസവും അല്ലാഹു തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ആമിനു, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈമാൻ കൊള്ളണം. നമ്മളോടാണ് പറയുന്നത്, വിശ്വാസമുള്ളവരോട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകണം, തെന്നിപ്പോകരുത്. ഏതൊരു സാഹചര്യത്തിലും യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ഉടമകളായി കൊണ്ട് നിങ്ങൾ നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു എന്നുള്ളതാണ്. ബഹുമാനികളെ, നമ്മൾ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലയുടെ അനുയായിയാകണമെങ്കിൽ 4 വിശേഷണങ്ങൾ നമ്മിൽ ഉണ്ടാകണമെന്ന് മഹാനായ റാസി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അനുയായിയാണോ നമ്മൾ? അതെ എന്ന് നമ്മൾ പറയും. പക്ഷേ 4 വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അനുയായി എന്ന് വാദിക്കാൻ നിനക്ക് അർഹതയുള്ളൂ എന്ന് റാസി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് തസ്ദീഖ്, മറ്റൊന്ന് തഅലീം, മറ്റൊന്ന് ഹലാവത്ത്, മറ്റൊന്ന് ഹുർരിയത്ത്. ഈ 4 വിശേഷണങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. ഒന്ന് തസ്ദീഖ്, അല്ലാഹുവും റസൂലും പറഞ്ഞ ഏതൊരു കാര്യവും അംഗീകരിക്കാനുള്ള മനസ്സ്, അതാണ് തസ്ദീഖ്. രണ്ടാമത്തെ തഅലീം, ആദരവ്, ബഹുമാനം. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ അംഗീകരിക്കുന്ന നമ്മിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. തഅലീം. മൂന്നാമത്തത് ഹലാവത്ത്, മാധുര്യം. അഞ്ചാമത്തത് ഹുർരിയത്ത്, സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം. സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം. ഇതൊക്കെ ഈ 4 വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലയുടെ അനുയായി എന്ന് പറയാൻ, വാദിക്കാൻ നമുക്ക് അവകാശമുള്ളൂ. തസ്ദീഖ്, എന്തിനേയും അംഗീകരിക്കാൻ, അല്ലാഹുവും റസൂലും പറഞ്ഞ ഏതൊരു കാര്യവും അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തസ്ദീഖിനെതിരെ വരുന്നത് നിഫാഖാണ്, കപടവിശ്വാസമാണ്. തഅലീം, ആദരവ്, അല്ലാഹുവിനെയും റസൂലിനെയും ഉൾക്കൊള്ളുകയും അല്ലാഹുവും റസൂലും ഉൾക്കൊണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആദരിച്ചതിനെ ആദരിക്കാനും കഴിയുന്നില്ല എങ്കിൽ പിന്നെ വരുന്നത് എന്തെന്നറിയോ? ബിദ്അത്താണ്. തഅലീമിനെതിരെ വരുന്നത് ബിദ്അത്താണ്. പിന്നെ മൂന്നാമത്തത് ഹലാവത്ത്, ആരാധനയിലുള്ളതായ രസം. ഹലാവത്ത് ഇല്ല എങ്കിൽ പിന്നെ അവിടെ വരുന്നത് റിയാ, ലോകമാന്യത, മറ്റുള്ളവരെ കാണാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ റിയാ. നാലാമത് പറയുന്നത് ഹുർരിയത്ത് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം. സ്വാർത്ഥത വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് തെമ്മാടിത്തരം ചെയ്യാൻ മടിക്കുകയില്ല. ബഹുമാനികളെ, ഈ 4 കാര്യങ്ങളും ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. ഓൺലൈനിൽ ഉണ്ടാകും, ഒന്നും കൂടി ഒന്ന് കേട്ടു നോക്കൂ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് എന്നുള്ളത്. ആവർത്തിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം തസ്ദീഖ്, എന്തിനേയും അംഗീകരിക്കാനുള്ള മനസ്സ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുമ്പിൽ നിന്ന് എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനും അനുസരിക്കാനുമുള്ളതായ മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തല്ലേ ഒരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, എന്നോട് ചെന്നായ സംസാരിച്ചു. നബിയെ, എന്നോടൊരു ചെന്നായ സംസാരിച്ചു. എവിടെ മുസ്ലിമേ സംഭവമുള്ളത്? ദലാഇലുൻ നുബുവത്ത് എന്ന് പറയുന്ന ബൈഹഖി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നല്ല ഗ്രന്ഥത്തിൽ കാണാം നമുക്ക് ഈ സംഭവം. ബൈഹഖി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദലാഇലുൻ നുബുവത്തിലുണ്ട്. നബിയെ, എന്നോട് ചെന്നായ സംസാരിച്ചു. തങ്ങൾ ചോദിച്ചു, നീ എന്താ സാഹചര്യം ഒന്ന് വ്യക്തമാക്കി, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സംഭവം എന്താണ്, എല്ലാവരും കേൾക്കട്ടെ, നീ വ്യക്തമാക്കുക. അപ്പൊ ഈ മനുഷ്യൻ പറയുകയാണ്, നബിയെ, ഞാൻ മലഞ്ചെരുവിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും ഒരു ആട്ടിൻകുട്ടി കൂട്ടം തെറ്റി. ഞാൻ അതിനെ അന്വേഷിച്ചു പോകുമ്പോൾ ഒരു ചെന്നായ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഓടിച്ചെന്നുകൊണ്ട് ചെന്നായിൽ നിന്നും ആ ആടിനെ മോചിപ്പിച്ചു. ആടിനെ മോചിപ്പിക്കുന്ന സമയത്ത് ചെന്നായ എന്നോട് തിരിഞ്ഞു നിന്ന് സംസാരിക്കുകയാണ്. എന്താണെന്നറിയോ എന്നോട് സംസാരിച്ചത്? എനിക്ക് അല്ലാഹു തആല നൽകിയ റിസ്ഖിനെ നീയായിട്ട് തടയുകയാണോ? ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ പേടിക്കട്ടോ എന്ന് പറഞ്ഞു. എങ്ങനെ? മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തന്നെ ചെന്നായ ആ മനുഷ്യനോട് സംസാരിക്കുകയാണ്. അല്ലാഹു എനിക്ക് നൽകിയ റിസ്ഖിനെ നീ എന്നിൽ നിന്നും ഇല്ലാതെയാക്കുകയാണോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, യാ അജബാ, യാ അജബാ ദിബുൻ യതകല്ലമു ബികലാമിൽ ഇൻസാൻ. ഇതെന്തൊരു അത്ഭുതമാണ്, മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഇതാ ഒരു ചെന്നായനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചെന്നായ സംസാരിക്കുകയാണ്. എന്താണെന്നല്ലേ, അലാ ഉഖ്ബിറുക ബിഅഅജബി ദാലിക, ഞാൻ നിന്നോട് മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു എന്നതാണോ ഇത്ര വലിയ അത്ഭുതം? ഇതിനേക്കാളും വലിയൊരു അത്ഭുതം നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെ. അലാ ഉഖ്ബിറു, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ, ബിഅഅജബ മിൻ ദാലിക, ഇതിനേക്കാളും വലിയ അത്ഭുതത്തെ അറിയിച്ചു തരട്ടെ. അറിയിച്ചു തരാൻ പറഞ്ഞപ്പോ ചെന്നായ പറഞ്ഞു കൊടുക്കുകയാണ്, മദീനയിൽ ഒരു മഹാനായ മനുഷ്യനിരിപ്പുണ്ട്. ആ മനുഷ്യനെ പരിഗണിക്കാതെയല്ലേ നീ ഇപ്പോൾ നടക്കുന്നത്? ആ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മുൻകാല പ്രവാചകന്മാരടക്കമുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെയുള്ളതാ സംഭവിക്കാനുള്ള കാര്യവും സംസാരിക്കുന്നുണ്ട്. അത് ഇതിനേക്കാളും വലിയ അത്ഭുതമാണോ? ചെല്ല് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നബി, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നത്. ഒരു ചെന്നായ എന്നോട് മനുഷ്യ സംസാരം സംസാരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു. സഹാബത്തുകൾ മുഴുവൻ കേൾക്കെ ആ രീതിയിൽ പറഞ്ഞു. തങ്ങൾ പറയുകയാണ്, ഇത് എന്റെ നുബൂവത്തിനുള്ള തെളിവായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ബഹുമാനികളെ, എന്ന് പറഞ്ഞാൽ ആ ചെന്നായയുടെ സംസാരം ഉൾക്കൊള്ളാനുള്ളതായ കഴിവ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അധികവും നിഷേധാത്മക സമീപനമാണ് നമ്മിൽ നിന്നും വരുന്നത് എങ്കിൽ ബഹുമാനികളെ, തസ്ദീഖ് ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈമാനിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളാണ് എങ്കിൽ രണ്ടാമത്തെ കാര്യം യഖീൻ ഉണ്ടാകണം. അംഗീകരിച്ചാൽ മാത്രം പോരാ, ഒരു സംശയമില്ലാതെ ഉൾക്കൊള്ളാനുള്ളതായ മാനസികാവസ്ഥയും നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമാണ് ബഹുമാനികളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അനുയായികളാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. യഖീൻ, ഒരു സംശയവും ഒന്നിലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് യഖീൻ ഉണ്ടാകണം എന്നുള്ളത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അനുയായികൾ ചോദിച്ചൊരിക്കൽ, ഈസാ നബിയെ, നിങ്ങൾ ഈ വെള്ളത്തിലൂടെ നടക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? എന്തെങ്കിലും മന്ത്രവാദം അതിലുണ്ടോ? ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നു. കാരണം വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ സുഖല്ലേ, അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടായാൽ. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, ബിൽ ഈമാനി വൽ യഖീൻ, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ്? ഈമാനും യഖീനുമാണ്, വിശ്വാസമാണ്. പിന്നെ ആ വിശ്വാസത്തിൽ എനിക്ക് പൂർണ്ണമായ യഖീനാണ് ഉള്ളത്. അപ്പോൾ അവര് പറഞ്ഞു, അനുയായികൾ പറഞ്ഞു, ആമന്നാ ബി ഈമാനിക വ ഐഖന്നാ ബി യഖീനിക, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ, നിങ്ങളുടെ ഈമാൻ പോലെ ഞങ്ങളും ഈമാൻ കൊള്ളുന്നു, നിങ്ങളുടെ യഖീൻ പോലെ ഞങ്ങളും യഖീൻ ഉള്ളവരാകുന്നു എന്ന് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കും എന്നെ പോലെ നടക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ അവരും നടന്നു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ ഒരു വലിയൊരു തിരമാല വന്നപ്പോൾ ഇവരൊക്കെ കൂടി മുങ്ങിപ്പോയി. കൈപിടിച്ചുയർത്തി ഈസാ നബി അലൈഹി ഇസ്ലാം കരക്ക് കൊണ്ടുവന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് മുങ്ങിപ്പോകാനുള്ള കാരണം? അപ്പോൾ അവര് പറയുകയാണ്, തിരമാല വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി, യഖീന് പോയി. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരു യഖീനിന്റെ മാനസികമായ ഒരു അവസ്ഥ, അള്ളാഹുവിൽ ഉറപ്പിക്കുന്ന ഒരവസ്ഥ. അത് എന്താ, വലിയ ഒരു തിരമാല വന്നപ്പോൾ ഞങ്ങളത് കണ്ട് പേടിച്ചു പോയി, പിന്നെ യഖീനൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു, അപ്പൊ അങ്ങോട്ട് മുങ്ങിപ്പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം രണ്ട് കൈയിലും മണ്ണ് വാരിയെടുത്തു. എന്നിട്ട് ഒരു കയ്യിലെ മണ്ണ് സ്വർണമാക്കി മാറ്റി, ഒരു കയ്യിൽ മണ്ണും. ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താ? നമ്മുടെ ഉത്തരം തന്നെ മണ്ണാണോ? ഇല്ലല്ലോ, സ്വർണം തന്നെ. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇൻദി ഫഇന്നഹുമാ ഇൻദി സവാഅൻ, എനിക്ക് ഇത് രണ്ടും ഒരുപോലെയാണ്, എനിക്ക് ഇത് രണ്ടും ഒരു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എത്ര ഈമാൻ വേണമെന്ന് ആലോചിച്ചു ബഹുമാനികൾ. കയ്യിലിരിക്കുന്ന മണ്ണും മറുകയ്യിലിരിക്കുന്ന സ്വർണവും, എനിക്ക് ഇത് രണ്ടും ഒരുപോലെ നമുക്ക് പറയാൻ കഴിയും, ഒരുപോലെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ആ പറയുന്നതിൽ എത്രമാത്രം വാസ്തവമായിരിക്കും, നീതി ഉണ്ടാകും എന്നത് പരിശോധിക്കേണ്ടിയിരിക്കും. ഈസാ നബി അലൈഹി സ്വലാം പറയുകയാണ്, ഫഇന്നഹുമാ ഇൻദി സവാഅൻ, വെറുതെ അല്ല വെള്ളത്തിലൂടെ നടക്കുന്നത്. ഈമാൻ യഖീൻ എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ അല്ല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു പല്ല്
തീർന്നു. ഇന്നത്തെ കാര്യം പോക്കായി. ദുശകുനം അല്ലേ? സഫർ മാസമായോ? ഇത് സഫർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച. സഫർ മാസമായി കഴിഞ്ഞു, എന്നാ പിന്നെ ഈ മാസം മൊത്തം തകരാറിലാണ്. ബഹുമാനികളെ, ഓരോ മാസത്തിലും പ്രത്യേകമായ ചില ദിവസങ്ങളിൽ നഹ്സുണ്ട്, ദുശകുന ദിവസങ്ങളുണ്ട്. അയ്യാമുൻ നഹിസാത്ത് എന്ന ഖുർആൻ ശരീഫ് സത്യപ്പെടുത്തുന്നുണ്ട്. ദുശകുന ദിവസങ്ങളിലാണ് ചില ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചതെന്ന് ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്. ദുശകുന ദിവസം ഖുർആൻ ശരീഫ് സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ്. പക്ഷേ ഒരു മാസം മുഴുവനും ദുശകുനമാണ് എന്ന് വാദിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നത്, അത് ഇസ്ലാമിന് നിരക്കുന്ന കാര്യമല്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദുശകുനം വിശ്വസിച്ചുകൊണ്ട് ആ കാര്യത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ ഫഖദ് അശ്റക, അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തായി, മുശ്രിക്കായി എന്ന് വരെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങനത്തെ ഒരു അവസ്ഥ, മനസ്സിന്റെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ തങ്ങൾ പറയാണ്, ഖുൽ, നിങ്ങൾ ആ സമയത്ത് പറയണം, ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ തീറ ഇല്ലാ തീറുക വലാ ഇലാഹ ഗൈറുക. റബ്ബേ, നിന്റെ ഖൈറല്ലാതെ ഒരു ഖൈറില്ല, ദുശകുനം അത് നീ തന്നാലല്ലാതെ ഒരു ദുശകുനവും ഇല്ല, നീയല്ലാതെ വേറൊരു ഇലാഹും ഇല്ല എന്ന് പറയണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ബഹുമാനികളെ, ഞാൻ നിർത്തുകയാണ്. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്, യഖീനാണ്. വിശ്വാസവും യഖീനും നമ്മിൽ നിന്നും ഇല്ലാതായി തീരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ രീതികൾ മാറും, ആദരവില്ലാതെ വരും. രക്ഷിതാക്കളെ, മാതാപിതാക്കളെ ആദരിക്കാത്ത, മുതിർന്നവരെ ആദരിക്കാത്ത അവസ്ഥ വരും. കുട്ടികളോട് കരുണയില്ലാത്ത അവസ്ഥ വരും. ഭാര്യമാരോട് കരുണയില്ലാത്ത അവസ്ഥ വരും. സാമൂഹിക അരാജകത്വം വരും. പല രീതിയിലുള്ള അബദ്ധങ്ങൾ വരും. അതുപോലെ തന്നെ ഗെയിം കളിച്ചുകൊണ്ടുള്ളതായ ആത്മഹത്യകൾ വരും. പല രീതിയിലുള്ളതായ അരാജകത്വങ്ങളും വരും. ഈമാനും യഖീനും ഇല്ലാതെ വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അപകടകരമായ അവസ്ഥയാണ്. ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും നമുക്ക് അപകടകരമായ അവസ്ഥയാണ് വരാനുള്ളത് എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാന്റെ വക്താക്കളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി എന്നാണ്. അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. ആരെ വിളിച്ചിട്ടാ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞത്. അല്ലാഹുവിൽ വിശ്വസിക്കണം, അല്ലാഹുവിന്റെ ദൂതനിൽ വിശ്വസിക്കണം, ദൂതനിക്ക് അല്ലാഹു തആല കൊടുത്തേക്കുന്ന ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ, ബഹുമാനികളെ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ വാക്കിന് എത്രമാത്രം വിലയുണ്ട്. ലണ്ടനിൽ പോയി ഒരു മുസ്ലിം നാമധാരി പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, അതുപോലും ഒരു അദബ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. പരിശുദ്ധ ഖുർആൻ ശരീഫിലുണ്ട്, സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് പിതാവിന് എന്ന് വാദിക്കുകയായിരുന്നു ആ മനുഷ്യൻ. മുസ്ലിം നാമധാരിയാണ്. നിങ്ങൾ എല്ലാവരും ആ വാർത്ത കണ്ടു കാണും. അല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അത് അയച്ചു തരാം. മുസ്ലിം നാമധാരിയാണ്. സ്വന്തം പിതാവിന് മകളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടെന്ന് ഖുർആൻ ശരീഫിലുണ്ടെന്ന്. തെളിവ് ചോദിച്ചപ്പോ തെളിവില്ല. തെളിവ് ചോദിച്ചപ്പോ ഒന്നും പറയാനില്ല. അതങ്ങനെ ഓഫ്ലൈനായിട്ട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ തന്നെ ഓൺലൈനിൽ വന്നുകൊണ്ട് എന്തെല്ലാം അതര വ്യായാമങ്ങളാണ് നടത്തുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെതിരെ. ബഹുമാനികളെ, എവിടെ നിന്ന് വരുന്നു? അങ്ങനെയുള്ള ആളുകളെയും റോൾ മോഡലാക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് ദുരവസ്ഥ. അതാണ് വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥ. അങ്ങനെയുള്ള ആളുകളെയും റോൾ മോഡലാക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. ബഹുമാനികളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും യുവാക്കളോടും കൗമാരപ്രായക്കാരായ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് അള്ളാഹുവിൽ എത്രമാത്രം വിശ്വാസമുണ്ടോ അത്രയും ദീൻ നമ്മളിൽ ഉണ്ടാകും, അനുസരണം നമ്മളിൽ ഉണ്ടാകും. ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയും. ഗെയിം കളിയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. വിശ്വാസം നഷ്ടപ്പെടുത്തിടത്താണ് ഇതെല്ലാം നമുക്ക് പ്രതികൂലമായിട്ട് വരുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്ന് നമ്മളോട് സഹായ അഭ്യർത്ഥനയുമായി ഒരു ഉസ്താദ് വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ മദ്രസയിൽ സേവനം അനുഷ്ഠിച്ച ഉസ്താദാണ് മുഹമ്മദ് അലി ഉസ്താദ്. ഇപ്പൊ ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. 2016-17 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഈ മഹലിൽ ജോലി ചെയ്യുന്നത്. ഏകദേശം ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. ആലോചിച്ചു നോക്കൂ, 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മദ്രസയിൽ മഹലിൽ ജോലി ചെയ്ത ഒരു ഉസ്താദ് 10 വർഷങ്ങൾക്ക് ഇപ്പുറം
നമ്മുടെ മുന്നിൽ സഹായ അഭ്യർത്ഥനയുമായി എത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു ഉസ്താദ് എന്ന നിലയിൽ ഒരു ഉസ്താദിന് എത്രമാത്രം കരുതലുണ്ടാവും, എത്രമാത്രം സമ്പാദിക്കാൻ കഴിയും. ഈ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം 3 ആക്സിഡന്റ് വരെ ഉസ്താദ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. ഒന്നിലധികം ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോ പണി പൂർത്തിയാകാത്ത ഒരു വീട് ഉണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹലിൽ മദ്രസയിൽ അള്ളാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ഉസ്താദ് സഹായ അഭ്യർത്ഥനയുമായി എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണമെന്നത് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചു കൊള്ളുക. ആ ഉസ്താദിനെ സന്തോഷിപ്പിച്ച് വിടാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങളെല്ലാം സലമത്താക്കി പെരുമാറാകട്ടെ. മയ്യിത്ത് നിസ്കാരമുണ്ട്. കണ്ണങ്കിലത്ത് മുഹമ്മദ് ഭാര്യ ബീവാത്തു, പുന്നക്ക ബസാർ മതിലകം. ചങ്ങരംകുളം മുഹമ്മദ് അലി, പുത്തൻവീട്ടിൽ അൻസാരി ഭാര്യ ബൽഖീസ്, പടൂക്കര വാച്ചുവീട്ടിൽ കുഞ്ഞിബാവ ഭാര്യ റഹീമ. ഇത്രയും ആളുകൾക്ക് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരമുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ സഫലീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മനസ്സകങ്ങളിലുള്ള വിഷമങ്ങൾ നീ അറിയുന്നവനാണ്, പരിഹാരം നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, കടം വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വാലിഹായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അനുയോജ്യമായ ജോലി നൽകണം റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അനുയോജ്യമായ വീട് നൽകണം റഹ്മാനെ. വീട് പണി നടത്തുന്നവരുണ്ട് റബ്ബേ, എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും പലവിധ രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്, വീടുകളിൽ, ഹോസ്പിറ്റലുകളിൽ. റബ്ബേ, നീ പൂർണ്ണമായി ശിഫ നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. പടച്ചവനെ, പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ച പലരുമുണ്ട് റബ്ബേ, പൂർണ്ണമായും ശിഫ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സകങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഈമാൻ ഉൾക്കൊള്ളുന്ന നിലയിലുള്ള ഒരു മനസ്സ് നൽകി ഞങ്ങളെ നീ സംശുദ്ധരാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത, വെറുക്കുന്ന എന്തെല്ലാം ദുസ്വഭാവങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റി നീ ശുദ്ധീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമൂഹത്തിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളെല്ലാം നീ മാറ്റി സമാധാനം പ്രദാനം ചെയ്യണം റഹ്മാനെ. പടച്ചവനെ, പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ പലരും 1000 രൂപ മാസം നൽകിക്കൊണ്ട് സഹായിക്കുന്നുണ്ട് റബ്ബേ, അവരെയും നീ പ്രത്യേകം നീ അനുഗ്രഹിക്കണം റഹ്മാനെ. കുഞ്ഞുമക്കൾ സഹായിക്കുന്നുണ്ട്, എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖൈറിന്റെ വാതിലുകൾ ഞങ്ങളിലേക്ക് നീ തുറക്കണം റഹ്മാനെ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد